പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ദിവ്യകാരുണ്യ ഈശോയുടെ കൂടെ കുറച്ചു സമയം ചെലവഴിച്ച് വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായത്തിലെ 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോനാഥൻ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ വചനങ്ങളെ കുറച്ചു നേരമൊന്ന് ധ്യാനിച്ചിട്ട് നമുക്കുറങ്ങാം. ഇവിടെ ധനവാൻ ചെയ്ത തെറ്റിനെയാണ് ഈശോ ഓർമ്മപ്പെടുത്തുന്നത്. ഉപേക്ഷ എന്ന പാപമാണ് ധനവാൻ ചെയ്തത്. ഉപേക്ഷ എന്ന പാപം മകനെ മകളെ അത്രമേൽ വലുതാണ് എന്ന് നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഈശോയെയാണ് നമ്മൾ കാണുന്നത്. വളരെ നിസ്സാരമായി നമ്മൾ അവഗണിക്കുന്ന പലതുമുണ്ട്. എനിക്ക് ഒരു കുറവും വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാറുമില്ല. അതൊന്നും നമ്മളെ വിഷമിപ്പിക്കാറുമില്ല. പ്രിയ മകനെ മകളെ, ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ഒന്ന് ചിന്തിച്ചേ, ഈ ബൈബിളിൽ നമ്മൾ വായിക്കുന്ന ധനവാന്റെ മനോഭാവത്തോടു കൂടെയാണോ ഞാൻ ജീവിക്കുന്നത്? അവൻ പട്ടുമെത്തകളിൽ കിടന്നുറങ്ങുന്നു, മൃദുലമായ വസ്ത്രം ധരിക്കുന്നു, തിന്നു കുടിച്ച് ആനന്ദിക്കുന്നു. അവൻ്റെ കാര്യങ്ങൾക്ക് ഒരു കുറവുമില്ല. എൻ്റെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരാൻ പാടില്ല എന്ന് ശാഠ്യം പിടിക്കുന്നവനാണോ നീ? എൻ്റെ കുറവുകൾക്ക്, എൻ്റെ കാര്യങ്ങളിൽ കുറവ് വരുത്തുന്നവർക്ക് നേരെ ദേഷ്യപ്പെടുന്ന മകനോ മകളോ ആണോ നീ? അങ്ങനെയെങ്കിൽ ഈശോ പറയുകയാണ്, ഈ ധനവാന് സംഭവിച്ചത് നീ മറന്നു പോകരുത് എന്ന്. അവൻ സ്വന്തം കാര്യം മാത്രം നോക്കി, മറ്റുള്ളവരെക്കുറിച്ച് പൂർണ്ണമായും അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു. പ്രിയ മകനെ മകളെ, ഈ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിന്റെ കുടുംബത്തിൽ ഉണ്ടായ ചില വഴക്കുകളെയൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കേ. എത്രയോ തവണയാണ് നിന്റെ മാതാപിതാക്കളോട് നീ വഴക്കടിച്ചത്, നിന്റെ ജീവിത പങ്കാളിയോട് വഴക്കടിച്ചത്, നിന്റെ സഹോദരങ്ങളോട് വഴക്കടിച്ചത്. അവരുടെ വേദനയെക്കുറിച്ച് ചിന്തിക്കാതെ, അവരുടെ പ്രാരാബ്ധങ്ങളെക്കുറിച്ച് നീ ഓർക്കുക പോലും ചെയ്യാതെ, അവർ കടന്നു പോകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് പോലും നീ ചിന്തിക്കാതെ, നീ നിന്റെ കാര്യം നേടാൻ വേണ്ടി ശാഠ്യം പിടിച്ചുകൊണ്ട്, വാശി പിടിച്ചുകൊണ്ട്, ഇതെല്ലാം വാക്കുകൾ, പരുഷമായ വാക്കുകൾ, വേദനിപ്പിക്കുന്ന നോട്ടങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇതെല്ലാം ഈശോ ഈ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിന്നെ ഓർമ്മപ്പെടുത്തിയത് ധനവാന് സംഭവിച്ച, അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പോരായ്മയെയും അപകടത്തെയും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അവൻ സ്വന്തം കാര്യം നോക്കി ജീവിച്ചപ്പോൾ അവൻ വേദനയിൽ കഴിഞ്ഞ ലാസറിനെ മറന്നുപോയി. അപ്പോൾ അവന് സംഭവിച്ച ദുരന്തമെന്നാൽ അവൻ പാതാളത്തിലേക്ക് അവൻ എറിയപ്പെടുകയാണ്. ഒരു വിധിയുണ്ട് എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഒരിക്കൽ നിന്നെ വിധിക്കും,
നീ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്കതായ പ്രതിഫലം നിനക്ക് ലഭിക്കും. ഉപേക്ഷയിലൂടെ നീ നിന്റെ പ്രിയപ്പെട്ടവരെ നീ അവഗണിച്ചാൽ ധനവാന് സംഭവിച്ചത് തന്നെയാണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ്. ഇനി ഒരുപക്ഷെ മകനെ, മകളെ, നിന്റെ അവസ്ഥ ലാസറിൻ്റേത് പോലെയാണ് എങ്കിൽ, ഇന്ന് നീ ജീവിക്കുന്നത് ലാസറിനെ പോലെയാണ് എങ്കിൽ, എല്ലാവരാലും പരിത്യജിക്കപ്പെട്ട്, എല്ലാവരാലും അവഗണിക്കപ്പെട്ട്, പ്രിയപ്പെട്ടവർ പോലും നിനക്ക് ആവശ്യമായ സ്നേഹമൊന്നും നൽകാതെ വിഷമിച്ചു കഴിയുന്നൊരു മകനോ മകളോ ആണോ എങ്കിൽ, ഈ രാത്രിയിൽ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ മകനെ, മകളെ, നീ ഓർക്കുക, നിനക്ക് ദൈവം തൻ്റെ വലതുഭാഗം ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന്. ഈശോയുടെ കൂടെ ആയിരിക്കും നീ എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ഇന്ന് നിനക്ക് പല കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടപ്പോൾ, നിന്റെ ജീവിതത്തിൽ പല സന്തോഷങ്ങളും നിനക്കില്ലാതെ പോയപ്പോൾ നീ വിഷമിക്കുന്നുണ്ടെങ്കിൽ മകനെ, മകളെ, ഒരിക്കൽ നിന്റെ വിഷമങ്ങൾ ഇന്ന് കാണുന്ന ദൈവം ഈശോയുടെ അടുക്കലേക്ക് നിന്നെ കൊണ്ടുപോകും. അന്ന് നിന്നെ പരിഹസിച്ചവരൊക്കെ നിന്നെ നോക്കി പറയും, ഞങ്ങൾക്ക് വന്നുപോയ പിഴവാണിത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇവരെ മറന്നുപോയല്ലോ ഈശോയെ, ഞാൻ അവരെയൊക്കെ പരിഗണിച്ചിരുന്നുവെങ്കിൽ എനിക്കും അവരുടെ കൂടെ ഈ സന്തോഷത്തിൽ നിലനിൽക്കാമായിരുന്നുവെന്ന് പിന്നീട് ഒരിക്കൽ നിൻ്റെ ജീവിതത്തെ നോക്കി നിന്നെ ഇന്ന് അവഗണിക്കുന്നവർ പോലും പറയും. വിശ്വസിക്കുക, കർത്താവ് നിൻ്റെ വേദന കാണുന്നുണ്ട്. നിൻ്റെ ദുഃഖവും ദുരിതവും അവഗണനയും ഒക്കെ ഈശോ കാണുന്നുണ്ട്. നിൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ അനുഗ്രഹം, ഈശോയുടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ശാന്തമായി പ്രിയ കുഞ്ഞെ, പ്രിയ മകനെ, മകളെ, ഉറങ്ങാൻ പോകാം. ദിവ്യകാരുണ്യേശു നിൻ്റെ മനസ്സിന് ശക്തി തരട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ദിവ്യകാരുണ്യ ഈശോയുടെ അനുഗ്രഹം സ്വീകരിച്ച നീ പൂർണ്ണമായി വിശ്വസിക്കുക. നിന്റെ വേദനകൾ, നിന്റെ ദുരിതം, നിന്റെ കഷ്ടപ്പാട്, നീ അനുഭവിക്കുന്ന ഈ അവഗണന, ഈ ഒറ്റപ്പെടൽ എല്ലാം ഈശോ കാണുന്നുണ്ട്. ഈശോ നിന്നെ തീർച്ചയായും അനുഗ്രഹിക്കും. പൂർണ്ണമായി പ്രത്യാശയുള്ള മകനായി, മകളായി ജീവിക്കുക. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും നിന്റെ ഈശോ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.